ഇന്ന് നമ്മുടെ 134ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു 2 ടിപ്പാണ് പറയാൻ പോകുന്നത്. അതായത് ഒന്ന്, നിങ്ങളുടെ ഈ നിങ്ങൾ എയ്റോപ്ലെയിൻ മോഡ് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മൊബൈലിൽ എയ്റോപ്ലെയിൻ മോഡെന്ന്, ഫ്ലൈറ്റ് മോഡെന്ന് പറയല്ലേ, അത് അതിൻ്റെ ഒരു 3-4 ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഗുണം പറയാം. നിങ്ങൾ ഇന്ന് തന്നെ, അതായത് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ, നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും, ഈവൻ ഏതെങ്കിലും നർക്കോട്ടിക് ഗ്യാങ് ആകട്ടെ, ഇനി ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, ഇനി പറയാൻ പാടില്ല പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, അതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 1 മിനിറ്റ്, 10 സെക്കൻഡ് എന്നൊക്കെ പറയും, 1 മിനിറ്റ് നിങ്ങളത് ഓണാക്കുക. അതായത് ഫ്ലൈറ്റ് മോഡ് വന്ന് കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അത് ഓൺ ചെയ്യുക. വീണ്ടും നിങ്ങളൊരു ഓണാക്കുക. എന്നിട്ട് 10 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡ് വെച്ച് പിന്നെയും ഓഫ് ചെയ്യുക. പിന്നെയും അടുപ്പിച്ച് ഒരു 10 സെക്കൻഡ് വീണ്ടും ഓഫാക്കുക. പിന്നെയും ഓൺ ചെയ്യുക. അങ്ങനെ ഒരു 5-8 പ്രാവശ്യം നിങ്ങളത് ചെയ്യുക. അതായത് ആദ്യം 1 മിനിറ്റ് കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഒരു 5-8 പ്രാവശ്യം ചെയ്യുക. അപ്പോഴത്തേനും നിങ്ങളുടെ ഈ ഡാറ്റയ്ക്ക് വേണ്ടി അവരുടെ കമ്പ്യൂട്ടറുകൾ സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുമ്പോൾ അത് ഹാങ് ആകും. നിങ്ങളുടെ ഇത് റീഇൻസ്റ്റാൾ ചെയ്ത് അവർക്ക് ഒരുപാട് പാടാണ് അതിലേക്ക് വീണ്ടും കയറാൻ. അതായത് നിങ്ങളുടെ ഡാറ്റാസ് ആർക്കും നിങ്ങൾക്ക് ചോർത്താനൊക്കില്ല. അങ്ങനെ ഒരു ടിപ്പ് അതാണ്. പിന്നെ നിങ്ങൾക്ക് അൺനോൺ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൾ വന്നാൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, EMIക്കാർ പോലും ആയിരിക്കും, നിങ്ങളാരെങ്കിലും ചീത്ത വിളിക്കാനായിരിക്കും, ആ കോളിൽ നിന്ന് വിളിച്ച് അറിയില്ലെന്നുള്ള ഇതായിരിക്കും. നിങ്ങളതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആര് നമ്പറിൽ നിന്ന് വിളിച്ചാലും നിങ്ങളത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ആ നമ്പർ അടിക്കുക. ഗൂഗിൾ പേ കാണുമല്ലോ, ആരുടെ ആണെങ്കിലും ഗൂഗിൾ പേ മതി. ഗൂഗിൾ പേയിൽ നിങ്ങളത്, നമുക്ക് ഈ കോളർ ID അല്ലാത്ത, നമുക്ക് കോളർ ID അത് വരുന്നില്ലല്ലോ, അതല്ലാതെ ഗൂഗിൾ പേയിൽ ആ നമ്പർ അടിക്കുമ്പം കറക്റ്റായിട്ട് ആ പേരാരുടെയാണോ അവരുടെ ചിത്രം ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഗസ് ചെയ്യാം ആരാണെന്നുള്ള കറക്റ്റ് ശരിക്കുള്ള. അതിപ്പം നമുക്കിപ്പം നമ്മുടെ പേരൊക്കെ വേറെ മാറ്റി സെറ്റ് ചെയ്യാം, കാരണം എൻ്റെ പേര് വേറെ ആക്കി മാറ്റിയൊക്കെ കേൾക്കാം. ഗൂഗിൾ പേയിലും അത് ചെയ്യാം. പക്ഷേ ശരിക്കുമുള്ള അക്കൗണ്ടിലെ നമ്പർ അതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് കൃത്യമെന്ന് അറിയാൻ പറ്റും. അതറിയാത്ത നമ്പറുകൾ സാധാ കീപാഡ് ഫോണായിരിക്കും. അങ്ങനെ ഒരു സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ കീപാഡോ അക്കൗണ്ടോ, കീപാഡ് ഫോണായിരിക്കും, ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരു നമ്പറായിരിക്കും. ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരാളോ ഒരുത്തനോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മൈൻഡ് ആവശ്യമില്ല, തറയായിരിക്കും അത്. പിന്നെ ഗൂഗിൾ പേ, കീപാഡിൽ വിളിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ, അതുപോലുള്ള 4-കിട ആൾക്കാരായിരിക്കും നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അവരുടെ സംസ്കാരമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കോളുകൾ ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ അൺനോൺ നമ്പറിൽ നിന്നൊക്കെ വരുന്ന ആ നമ്പർ മാത്രമേ കാണുള്ളൂ. അതിനിപ്പോൾ മോദിയുടെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്. മോദിജിയുടെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒറ്റ ഹറാസിങ് കോളും ഇപ്പോൾ വരില്ല. ഹറാസിങ് കോള്, ഫ്രോഡ് കോൾ എല്ലാം എഴുതി കാണിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ആപ്പ് ഇപ്പം 1 മാസമായുള്ളൂ അത് വന്നിട്ട് കേട്ടോ. 1 മാസമായുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, നിങ്ങളെ ആരാണ് മിസ്യൂസ് ചെയ്യാൻ വിളിക്കുന്നത്, അത് അന്നേരം മൊബൈൽ തന്നെ അത് ഇത് ചെയ്യും. അതായത് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കും അത് നിലവിൽ ഡൽഹിയിൽ. അതുകൊണ്ട് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വന്നാലും, ഇത് നമ്മളെ അടുത്തുള്ളതെന്ന് വന്നാലും അവർ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പക്ഷേ നമുക്ക് കോൾ വന്നാൽ അറിയാം ഇന്ന നമ്പറിൽ നിന്ന്. അവർക്കത് ഇങ്ങോട്ട് ബെല്ല് പോലും ഇല്ല. ഇങ്ങനെയുള്ള ഒരു 3 ടിപ്പാണ്. അത് മാക്സിമം യൂസ് ചെയ്യുക. നമസ്കാരം.